നമസ്കാരം, വെൽക്കം ടു പ്രപ്പ് സ്കെയിൽ. അങ്ങനെ പ്രപ്പ് സ്കെയിലിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ഒഫീഷ്യലി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ 7 ഡേ ഫ്രീ ട്രയൽ ഒക്കെ എൻഡ് ചെയ്തു. എല്ലാവർക്കും ബാച്ച് ആക്സസ് ചെയ്യാൻ പറ്റി, എക്സാം എഴുതാൻ പറ്റി, അതുപോലെ പ്രാക്ടീസ് ഡിസ്ക്രിപ്റ്റീവ് സെഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടി. ആ ഫീഡ്ബാക്കിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ മുൻപ് നമ്മുടെ വെബിനാറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സാം സ്ട്രക്ചർ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒബ്ജക്റ്റീവ് ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആയാലും ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിന്റെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജേശ്വരി മാം, രാജേന്ദ്ര സാറാണ് ഇതുവരെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാജേന്ദ്ര സാറിന്റെ ഒരുപാട് വർഷത്തെ അധ്യാപന പരിചയമുള്ള ഒരു അധ്യാപകനാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിചയം അത് നമ്മളിപ്പോൾ നമ്മുടെ ഓൺലൈൻ സെഷനുകളിൽ കൂടെ ഉപയോഗപ്പെടുത്താണ്. പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് സെഷനിലേക്ക് വരുന്ന സമയത്ത്. അതുപോലെ ഇംഗ്ലീഷിന്റെ അധ്യാപകനായിരുന്നു, റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, ഗവൺമെന്റ് സർവീസിലായിരുന്നു, ഹയർ സെക്കൻഡറിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പുള്ളിയുടെ നേതൃത്വത്തിൽ, സാറിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അതിനകത്ത് രാജേശ്വരി മാം ഉണ്ട്, അതുപോലെ 1-2 ഫാക്കൽറ്റീസ് ഇനി വരാനുണ്ട്. അവരൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് പരിചയപ്പെടാം. അവർക്കൊക്കെ നമ്മളൊരു ഇൻട്രൊഡക്ടറി ലൈവ് സെഷനുകൾ തരുന്നതാണ്. എല്ലാവരെയും നമുക്ക് ലൈവായിട്ട് നിങ്ങൾക്കൊന്ന് എന്താ പറയുക ഇന്ററാക്ട് ചെയ്തിട്ട് ഫാക്കൽറ്റി മനസ്സിലാക്കാം, അവരുടെ സ്റ്റൈലും രീതിയൊക്കെ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് ഫീഡ്ബാക്ക് തരാം. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് കോച്ചിങ് ഉണ്ട്. HSST ഉണ്ട്, അതുപോലെ HSA ചെയ്തിട്ടുണ്ട്, LP UP ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെയുള്ള കോഴ്സുകൾ ഒരുപാട് PSC കോച്ചിങ്ങുകൾ ചെയ്യുന്നുണ്ട്, സെറ്റിന്റെ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കോച്ചിങ്ങുകൾ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ഫാക്കൽറ്റിക്ക് ഒന്നും ഒരു ക്ഷാമമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈലിന് പറ്റുന്ന ഫാക്കൽറ്റീസ് നമുക്ക് തരാൻ പറ്റും. സോ എല്ലാവരെയും നിങ്ങൾ കണ്ട് ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടൊക്കെ നോക്കാം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ ഈ ഓരോ സ്റ്റൈലിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സെഷൻ പറയുകയാണെങ്കിൽ രാജേശ്വരി മാം ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു ഗ്രാമറൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ചെറിയ സെഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും നമ്മളൊരു ടഫായിട്ടുള്ള ഒരു പോർഷനിലേക്ക് തുടക്കത്തിൽ തന്നെ പോകുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി അല്ലെങ്കിൽ രാജേശ്വരി മാം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ. നമ്മൾ വെറുതെ തിയറികൾ കുറേ പഠിപ്പിച്ച് എന്നിട്ട് അതിന് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ എല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന കൂടെ തന്നെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ രാജേന്ദ്രൻ സാർ എപ്പോഴും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സെഷനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ വെബിനാറിലും മുൻപുള്ള വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രസി ചെയ്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് സെഷൻ തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പ്രസി റൈറ്റിംഗ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മളെ സിസ്റ്റം, നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒന്നിച്ച് ഫാക്കൽറ്റിയുടെ കൂടെ ലൈവായിട്ട് പ്രസി എഴുതുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസി എഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രസി എങ്ങനെ എഴുതണമെന്ന് പഠിക്കാൻ ഈ സെഷൻ ഉപകാരപ്പെടും. നമ്മളൊരു സബ്ജക്റ്റ്, ഒരു പാസേജ് സെലക്ട് ചെയ്യുന്നു. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സിൻ്റെ അകത്തുള്ള ടോപ്പിക് ഇപ്പം കറണ്ടായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. സോ അതിനെക്കുറിച്ച് പറഞ്ഞു പോയ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നില്ല, നമ്മൾ അതിൻ്റെ സിസ്റ്റം രീതി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് ആ പാസേജുകൾ സെലക്ട് ചെയ്യുന്നു. ചിലതൊക്കെ നമ്മളെ ഹിന്ദുവിലുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എഡിറ്റോറിയൽസോ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ വൊക്കാബുലറി ഒക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ പാസേജ് ആണെങ്കിൽ നമ്മൾ അതിനൊരു 300 വേർഡ്സിലോട്ട് നമ്മൾ തന്നെ പ്രിസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസി എങ്ങനെ ചെയ്യാന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ കൺസൈസ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായ രീതിയിൽ അതൊന്ന് വായിക്കുക, അത്രേ തുടക്കത്തിൽ ചെയ്യേണ്ടേ ഉള്ളൂ. അങ്ങനെ വായിച്ച സാധനം അടുത്ത ലൈവ് സെഷനിൽ നമ്മുടെ സാറിൻ്റെ കൂടെ നമ്മൾ എഴുതുക. സാറിനെ പറഞ്ഞുതരും എങ്ങനെ ഇതിൻ്റെ ഹെഡിങ് നമ്മളെങ്ങനെ സെലക്ട് ചെയ്യണം, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇതിനകത്ത് സെലക്ട് ചെയ്യണം, അതെങ്ങനെ സെലക്ട് ചെയ്യാം, അതെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മളൊരു ഇൻട്രസ്റ്റ് ഇതിനകത്തോട്ട് വരാതെ എങ്ങനെ നോക്കാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ എക്സാമ്പിളുകൾ, ഒരുപാട് എക്സാമ്പിളുകൾ വരും, അതിനെ എങ്ങനെ കൺസൈസ് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കാം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ലൈവായിട്ട് ഇത് എഴുതിയൊക്കെ പഠിക്കുന്നു. പ്രസി നമ്മൾ ലൈവായിട്ട് എഴുതി തുടങ്ങുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി ഒന്ന് സ്ട്രക്ചറിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ ആവുന്നത് മുറക്കി നമ്മൾ പതുക്കെ രീതി മാറ്റിയിട്ട് നമ്മൾ ആ പാസേജ് നിങ്ങൾക്ക് തരും. കൂടെ അതിൻ്റെ ഗൈഡ് ലൈൻസ് തരും, എങ്ങനെ നിങ്ങൾ പ്രസി എഴുതണം എന്നുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് തരും. തുടക്കത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻ, ഇപ്പോൾ സാറ് ലൈവായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് ആണ് തരും. അങ്ങനെ നിങ്ങൾ ആ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് നിങ്ങൾ പറ്റാവുന്ന പോലെ തെറ്റ് പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ നിങ്ങൾ എഴുതുന്ന പ്രസി എങ്ങനെ അനലൈസ് ചെയ്യാം, അടുത്ത ലൈവ് സെഷനിൽ നിങ്ങൾക്ക് സാറിൻ്റെ കൂടെ തന്നെ ഇൻട്രാക്ട് ചെയ്ത് അനലൈസ് ചെയ്യാം. ആ പ്രസി നമ്മൾ അങ്ങനെ കുറച്ച് പ്രസികൾ നമ്മൾ ലൈവായിട്ട് തന്നെ എഴുതും വീണ്ടും. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ എഴുതിയ പ്രസി വെച്ച് നിങ്ങൾക്ക് സെൽഫ് അസസ് ചെയ്യാം എന്നുള്ളതാണ്
അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. അതായത് വളരെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിന് അത്രത്തോളം പേടിയുള്ള ഒരാൾക്കും അത്രത്തോളം എഴുതാൻ പറ്റില്ല, ഗ്രാമറൊക്കെ പ്രശ്നമാണ് എന്നുള്ള ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ. പക്ഷേ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും അറിയണം. ഈ പേടിയാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അത് നമ്മൾ മാറ്റും. ഈ തെറ്റ് പറ്റുമുള്ള പേടി മാറ്റും. തെറ്റിപ്പോകുന്നുള്ള നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ അറിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി പതുക്കെ പുരോഗമിക്കും. സോ പിന്നീട് നമ്മൾ പതുക്കെ നമ്മുടെ ടോപ്പിക്കിന്റെ രീതികളൊക്കെ മാറ്റി കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് എഴുതേണ്ടത്. ഇതിനിടയിൽ നമ്മളെ വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു പോർഷൻ, ഗ്രാമർ എന്ന് പറയുന്ന പോർഷനൊക്കെ ഈ ഒബ്ജക്റ്റീവിൽ പതുക്കെ പുരോഗമിച്ച് വരും, ക്ലാസ്സുകൾ പുരോഗമിച്ച് വരും. ഈ ഒരു സ്റ്റേജ്, ഒരു തേർഡ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ വൊക്കാബുലറി നല്ലപോലെ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇംഗ്ലീഷിലുള്ള എന്താ പറയുക, നിങ്ങളുടെ ഭാഷാ നൈപുണ്യം എന്നൊക്കെ പറയുന്നത് നല്ലപോലെ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്കത് നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പ്രസി റൈറ്റിലോട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങും. ഈ മൂന്നാമത്തെ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ടോപ്പിക്ക് തരും, പതുക്കെ നമ്മൾ ഗൈഡ് ലൈൻസ് ഒഴിവാക്കും. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക പ്രസി എഴുതുന്നു. അതിനെ അസസ് ചെയ്യാനുള്ള ടൂളുകൾ നമ്മൾ തരും. എങ്ങനെ ഇതിനെ അസസ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ എങ്ങനെ അസസ് ചെയ്യും, നമ്മൾ ടീച്ചേഴ്സിൽ വായിച്ച് നോക്കിയിട്ട് എങ്ങനെ അസസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സാമിന് ഇത് എങ്ങനെ അസസ് ചെയ്യുക എന്നുള്ള പോലെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഇതിൻ്റെ ഒരു എന്താ പറയുക ആൻസർ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുന്നു, നിങ്ങളെ കയ്യിൽ വെക്കുന്നു. അതിനടുത്ത സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ടോപ്പിക്ക് തരുന്നു. ഫൈനൽ സ്റ്റേജ് നിങ്ങൾ ഏറ്റവും ഓക്കെ ആവുന്ന പോയിന്റിലേക്ക്, അത് എക്സാമിനൊക്കെ ഒരു മുന്നേ ഒരു 2-3 മാസം മുൻപൊക്കെ നമ്മൾ ഈ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തും. അപ്പോഴേ നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഈ കണക്റ്റീവ് വേർഡുകളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഒരു സെന്റൻസ് ഫോം ചെയ്യാന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെലിറ്റൺ ഉണ്ടാവും. ഈ പ്രസി റൈറ്റിങ്ങിന്റെ ഒരു സ്കെലിറ്റൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സ്കെലിറ്റണിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു ഫോം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വർഷത്തെ അനുഭവ പരിചയമുള്ള നമ്മുടെ ഫാക്കൽറ്റീസ് അവരുടെ ഒരു എന്താ പറയുക മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ടോ അവരുടെ ഒരു ഇൻട്രസ്റ്റിലോ നമ്മൾ ഫോം ചെയ്തേക്കുന്ന സ്ട്രക്ചറാണ്. ഈ അവസാനം നിങ്ങൾ എഴുതുന്ന പ്രസിയൊക്കെ നിങ്ങൾ നമുക്ക് ചെയ്തു തരാം, അയച്ചു തരാം. നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന പോലെ ഒരു PDF അയച്ചു തരുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ നമുക്ക് ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ നമുക്കൊരു സിസ്റ്റം ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ ആ രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ചെയ്യും. സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ ഫാക്കൽറ്റീസ് നേരിട്ട് വായിക്കും. അവർ വായിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മറുപടികൾ തരും. നിങ്ങളെ വീക്ക്നെസ് മീൻസ് നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ, ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കോഴ്സിന്റെ ഒരു എൻഡ് ആകുമ്പോഴേക്കും പ്രസി റൈറ്റിംഗ് എവിടെ വന്നാലും നിങ്ങൾ ഭംഗിയായിട്ട് എഴുതും എന്നുള്ളതാണ്. നമ്മൾ പ്രസിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പാസേജുകൾ എഴുതിയാൽ മതി, പക്ഷെ നമ്മൾ ഒരുപാട് വായിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ പ്രസിയിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ പാസേജുകൾ വായിച്ചോണം. ഈ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണല്ലോ, നമുക്ക് പരിചയമല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ടും ഇംഗ്ലീഷ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നില്ല. സോ ഇതൊരു റെഗുലർ പ്രാക്ടീസ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രസിയുടെ ഒരു ഫസ്റ്റ് സെഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് എസ്സേ റൈറ്റിംഗ് തുടങ്ങണം. എസ്സേ റൈറ്റിംഗ് സിമിലർലി നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എഴുതി തുടങ്ങും. നമ്മൾ സ്കൂളിൽ പഠിച്ച ടോപ്പിക്കുകൾ എഴുതി തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ സ്കൂൾ കോളേജ് സമയത്ത് പഠിച്ച ടോപ്പിക്കുകൾ, നമുക്ക് പരിചയമുള്ള ടോപ്പിക്കുകൾ. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അങ്ങനെയുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ആർക്കും എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ടന്റ് അറിയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. സോ നിങ്ങളത് എഴുതുക എന്നുള്ളതാണ്, നിങ്ങളെ കൊണ്ട് അത് എഴുതിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തം. അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അതിന് പറ്റുന്ന രീതിയിൽ ടോപ്പിക്കുകൾ തരും. പിന്നെ ടോപ്പിക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നേരിട്ട് വരില്ല, എന്തെങ്കിലും ചെറിയ ഡിസ്റ്റൊക്കെ ഉണ്ടാവും. സോ നിങ്ങളെ കണ്ടന്റ് അതായിരിക്കും, നിങ്ങൾ അതിന് പ്രൊഫഷണലായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. എസ്സേ എഴുതി തുടങ്ങി പ്രസി പോലെ തന്നെ നമ്മൾ പതുക്കെ മുകളിലോട്ട് പോകും. തുടക്കത്തിൽ നമുക്ക് ലൈവായിട്ട് തന്നെ എഴുതാം. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഫോം ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കാം, കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വർക്കുകൾ ഉപയോഗിക്കാം, കണക്റ്റിംഗ് വേർഡ്സ് എന്തൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് ചെയ്ത് എത്ര ഭംഗിയായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൈഡ് ലൈൻസ് തന്നിട്ട് നിങ്ങൾ എഴുതുന്ന രൂപത്തിലോട്ട് പോകും. പിന്നീട് നിങ്ങൾ എഴുതി നമ്മളത് വാല്യൂ ചെയ്യുന്ന രൂപത്തിലോട്ടും പോകും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഏരിയകൾ, വരാൻ സാധ്യതയുള്ള ഏരിയകൾ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിലാണ് ചോദിച്ചെന്നുള്ളത്. 2014 മുതൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 6 ടോപ്പിക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത് ചോദിച്ചു എന്നുള്ളതാണ്. ഈ ടോപ്പിക്കുകൾ സെയിം ആണ്. സോ അവിടെ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചാൽ, ഒരു സ്കെൽറ്റൺ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് എസ്സേ എഴുതാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷനും ഒരു ബോഡി ഒരു കൺക്ലൂഷനും കൊടുത്തിട്ട് നമുക്ക് അതിന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. 150 വേർഡ്സ് അല്ലേ, 2 എസ്സേ അല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ടോപ്പിക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോപ്പിക്ക് ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അത് നമുക്ക് പരിചയമുള്ള ടോപ്പിക് തന്നെയായിരിക്കും. സോ നമ്മൾ എഴുതാൻ പഠിക്കുക എന്നുള്ളത്, ആദ്യം നമ്മൾ വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു.
ഈ പ്രസി എസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് ഒന്ന് നമ്മൾ ട്രാക്കിലോട്ട് എത്തിയതിനു ശേഷം നമുക്ക് കോംപ്രിഹെൻഷന്റെ ഭാഗങ്ങൾ നോക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ നന്നായിട്ട് വായിക്കാനും എഴുതാനും പ്രസി എഴുതുന്നതോടുകൂടി നമ്മൾ എഴുത്തിൽ കുറച്ച് എന്താ പറയുക ചുരുക്കം എഴുതാൻ നമ്മൾ പഠിച്ചു. കോംപ്രിഹെൻഷനും 2-3 സെന്റൻസിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. പക്ഷേ ഒരു പാസേജും ഉണ്ടാവും. അപ്പോൾ പാസേജ് നമ്മൾ വായിക്കണം. പ്രസി വായിച്ചൊന്ന് ട്രാക്കിലായി നമുക്ക് കോംപ്രിഹെൻഷൻ വായിക്കാൻ എളുപ്പം. നമ്മൾ വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ച് മനസ്സിൽ വെച്ചിട്ട് പുറകിലോട്ട് ചിന്തിച്ചാലും മതി, ആ പാസേജ് വായിച്ചാലും മതി. വായിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. അതിവിടെ എഴുതണം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ജനറൽ ചോദ്യങ്ങൾ പോലെ ഉണ്ടാവും. അതിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 സെന്റൻസ് മതിയായില്ല എന്ന് വരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് വിചാരിച്ച പോലെ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. സോ ഇത് 3ആണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി. അതിനകത്ത് പ്രസി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എസ്സേയുടെ ജസ്റ്റ് ബേസിക് നമ്മൾ തുടങ്ങും. നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കും. അത്രയും നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളൂ. പഠിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ബേസ് എങ്ങനെ ഉണ്ടാക്കാം, ആ ബേസ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മളെ ഒബ്ജക്റ്റീവ് സെഷൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് സെഷനിലൂടെ നിങ്ങൾ കുറെ പുരോഗതി പ്രാപിക്കും. എന്ന് വെച്ചാൽ ഗ്രാമർ, വൊക്കാബുലറീസ് ആണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഇത് നിങ്ങൾക്ക് 2 സ്ഥലത്ത് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ചില വേർഡുകൾ, കണക്റ്റിംഗ് വേർഡ്സ് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ സ്പോട്ട് തയ്യാറ് കുറെ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഗ്രാമറിന്റെ കുറെ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ ഓരോ സ്റ്റേജിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ടോപ്പിക്കിന്റെ രീതി, സ്റ്റൈലും ഒക്കെ മാറി വരും. സോ ഇതൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് നല്ല ഭംഗിയായിട്ട് മൊഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ സിലബസുകൾ അല്ലെ മെത്തേഡ് ഓഫ് സ്റ്റഡി, മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരതിനെ ബേസ് ആയിട്ട് ഫോളോ ചെയ്ത് ഒരു സിസ്റ്റത്തെ ബേസ് ആയിട്ടായിരിക്കും ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഇനി അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയെ കുറിച്ച് പറയാം. 10 മാർക്കേ ഉള്ളൂ. ആ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നായിട്ട് ചിന്തിക്കേണ്ട. നമ്മളൊരു കേരള PSC വേണ്ടി പഠിച്ച ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പഠിച്ചവർക്ക് ലെവൽ അല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ലെവൽ, ആ ഒരു ലെവലിന് മുകളിലേക്കൊന്നും പോകാറില്ല. അതും വളരെ ജനറൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏരിയ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മളെ ഇംഗ്ലീഷ് പോലെ ഒരുപാടൊന്നും പഠിക്കാനില്ല. കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് പോലെ ഇല്ല. ഈ മാത്സിനകത്ത് നമുക്കിപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ 2 സാറന്മാരുണ്ടായിരുന്നത്. ഒന്ന് രാജശേഖർ സാറാണ്, മറ്റേത് ഗോപിക മാം. ഗോപിക മാം മെന്റൽ എബിലിറ്റി, റീസണിങ് കാര്യങ്ങൾ പുള്ളിക്കാരിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. SSC പോലെയുള്ള എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യിച്ചിട്ട് കോച്ചിങ്ങിന് കൊടുത്തിട്ടുള്ള പരിചയമുള്ള ഫാക്കൽറ്റിയാണ്. അതുപോലെ രാജശേഖർ സാറിന് ഒരു എന്താ പറയുക കുറച്ചധികം വർഷത്തെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്സ് ആയിരിക്കും കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. ഇത് കൂടാതെയുള്ള ഫാക്കൽറ്റീസ് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ട് പോകും. അതൊക്കെ ടോപ്പിക് ബേസ്ഡ് ആയിരിക്കും. സോ ഇവരായിരിക്കും ഈ ഭാഗങ്ങളിൽ നമ്മളെ ലീഡ് ചെയ്യുന്നത്, നമ്മുടെ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഇവരായിരിക്കും എന്നുള്ളത്. അടുത്ത നമുക്ക് പറയാം നമ്മുടെ ലീഗൽ വൊക്കാബുലറി പോലുള്ള കാര്യങ്ങൾ. ലീഗൽ വൊക്കാബുലറി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വന്നേക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പോലത്തെ കാര്യങ്ങൾ GKന്റെ കൂടെയൊക്കെ കയറി വന്നേക്കാം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കേസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനേകാ ഗാന്ധിയുടെ കേസ്, അല്ലെങ്കിൽ മിനർവ മിൽസ്, അല്ലെങ്കിൽ AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന പോലെ കുറെ കേസുകളുണ്ട്. ഈ ഭരണഘടനയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ്, അങ്ങനെയുള്ള കുറെ കേസുകളുണ്ട്. ഇങ്ങനെ പല കേസുകളും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു ചോദ്യവും 3 ഓപ്ഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടി വരും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ നല്ലത് ഒരു ലീഗൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളെ കൂടെ അഡ്വക്കേറ്റ് രഘു സാർ ഉണ്ടാവും. അതുപോലെ അഡ്വക്കേറ്റ് അനൂപ് എന്ന് പറയുന്ന ആള്, ഇങ്ങനെ 1-2 ഫാക്കൽറ്റീസ് നമ്മളെ കൂടെ ഉണ്ടാവും. ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഭാഗങ്ങൾ കവർ ചെയ്തു പോകും. ലീഗൽ വൊക്കാബുലറി എന്ന് പറയുന്ന കാര്യത്തെ ഇവരായി കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ലാറ്റിൻ മാക്സിം പോലെയുള്ള കാര്യങ്ങൾ ഫോറിൻ വേർഡ്സിലൊക്കെ കയറി വന്നേക്കും. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ കൈകാര്യം ചെയ്യും. അതിന്റെ കൂടെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ വരുന്ന ഏതെങ്കിലും ജഡ്ജിമെന്റ്, പ്രധാനപ്പെട്ട ജഡ്ജിമെന്റോ അങ്ങനെ അമെന്റ്മെന്റ്സോ പുതിയ ബില്ലുകളോ, ഇപ്പോൾ ഇന്നൊരു പുതിയ ബില്ല് വന്നിട്ടുണ്ടല്ലോ. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാൻ ഇവരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ GK സ്ട്രാറ്റജിക്കയുടെ സെഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ ചെയ്തേക്കുന്നത് ഹിരൺ രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാറാണ്. സാറും കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ മാത്രം എടുത്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ സാറാണ് നമുക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സാറാണ് ഈ ലീഡ് ചെയ്യുന്നത്. കാരണം ഇത് എവിടെ, എങ്ങനെ, എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് കൃത്യമായിട്ട് നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ട രൂപത്തിൽ അതിനെ ഫോം ചെയ്ത് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരുന്നത് ഹിരൺ സാറായിരിക്കും. സാറിന്റെ ഇപ്പോൾ 1-2 ലൈവ് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്.
നല്ല അഭിപ്രായം നമുക്ക് കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന അത്രയും നല്ല ക്ലാസ്സുകളാണ്. നല്ല നോട്ടുകളും സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാറാണ് ഈ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന കാര്യങ്ങളും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളാണ്. കാരണം പുള്ളിക്കാരൻ ആ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരൻ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഏരിയകൾ ഇതൊക്കെയാണ്. കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ സ്ട്രാറ്റജിക്കയുടെ ഭാഗങ്ങളും നമുക്കുണ്ട്. കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജിക്കും ഒക്കെ കൂടെ ഒരു 40 മാർക്കിന് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് നമുക്ക് മാക്സിമം കിട്ടണം. അതിനകത്തുള്ള മാർക്കുകൾ പോകാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 20 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. പക്ഷെ അത് എന്ത് വേണമെങ്കിലും ആവാം. അതിനകത്ത് കുറേ ടോപ്പിക്കുകളുണ്ട്. ഈ പല റിപ്പീറ്റ് ചെയ്ത് വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തവണ ചോദിച്ച് 20 ടോപ്പിക്കുകളിൽ നിന്ന് അടുത്ത വർഷം ചോദിക്കണമെന്നില്ല. അത് ഇപ്പോൾ ഇന്റർനാഷണൽ ഇവന്റ്സുകൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയറിലും ചോദിക്കാം, സ്ട്രാറ്റജിക്കയിലും ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു കറണ്ട് അഫെയർ പഠിക്കും, അതിന്റെ ബേസ് സ്ട്രാറ്റജിക്കയിലോട്ട് എന്ത് എന്നുള്ള രീതിയിൽ കൂടെ നമ്മളൊന്ന് പഠിക്കാം. സോ ആ ക്ലാസ്സുകൾ ആ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനെ നിങ്ങൾ മാക്സിമം അപ്പം തന്നെ പഠിച്ചൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുന്ന രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ ചെയ്തു വെക്കാം. ഇതാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് സെക്ഷനും ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ എക്സാമുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു എക്സാം, ചില ദിവസം 2 എക്സാം ഒക്കെ പോകാറുണ്ട്. അത് റിവിഷൻ എക്സാം പോലെയൊക്കെ വരാം. അപ്പോൾ അത് എന്തായാലും നമ്മൾ ടൈം ടേബിൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നമ്മുടെ പഠിതാക്കൾക്ക് വേണ്ടി നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും. ആ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ആപ്ലിക്കേഷനിൽ സംഭവിക്കുന്ന അപ്ഡേറ്റുകൾ, ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, എക്സാമുകളുടെ അപ്ഡേറ്റ് വരുന്നത്, അതുപോലെ പുതിയ ലൈവ് സെഷൻ ഉണ്ടെങ്കിൽ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തരും. നിങ്ങൾ അതിൽ നിന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇന്ററാക്റ്റീവ് സെഷൻസ് കൂടുതൽ നടക്കുന്നുണ്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓൾറെഡി അതിനകത്ത് അപ്ലോഡ് ആവുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ, എല്ലാ കോഴ്സുകാർക്കും അത് ഉപയോഗപ്പെടുത്താം, ഡീറ്റെയിൽ ആയ രീതിയിൽ അത് അപ്ലോഡ് ആവുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ പ്രസി റൈറ്റിങ്ങിൻ്റെ ഒക്കെ പാസേജുകളും കാര്യങ്ങളും എങ്ങനെ കിട്ടും എന്നുള്ളത് അതും നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് എക്സാം കിട്ടുന്നത് പോലെ നമ്മളെ ഡേറ്റ് വൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് തരും. നിങ്ങൾക്കത് കാണാം, വായിക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ നമ്മുടെ നോട്ടുകൾ, ഈ ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതും കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. ഇനി നമ്മളൊരു 7 ഡേ ഫ്രീ ട്രയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആർക്കെങ്കിലും 1-2 ദിവസം ഒന്ന് ട്രയൽ എടുത്തിട്ട് നോക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഇതുവരെയുള്ള ക്ലാസ്സുകൾ, ഇപ്പോൾ ലൈവ് സെഷൻ്റെ ഒക്കെ റെക്കോർഡ് ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് കാണണം, മെറ്റീരിയൽസ് ഒന്ന് കാണണം, എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്തു തരും. നിങ്ങൾക്ക് 1-2 ദിവസത്തെ ട്രയൽ എടുത്ത് നോക്കാം. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ട്രയൽ നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു 6 മാസമൊക്കെ ഒരു പ്രിപ്പറേഷന് ടൈം സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ. അതുകൊണ്ട് പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്നുള്ള ചിന്ത വേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അത് പ്രെപ് സ്കെയിൽ എന്നല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കോച്ചിങ് സെന്റർ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോച്ചിങ്, ഇതുവരെ കോച്ചിങ് എടുക്കാത്ത ഒരാളോ അല്ലെങ്കിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവണമെന്ന് താല്പര്യപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് അങ്ങോട്ടേക്ക് വെക്കണ്ട, നോട്ടിഫിക്കേഷൻ വരുന്നതിലോട്ട് വെക്കണ്ട. കാരണം നമ്മൾ ബേസിൽ നിന്ന് പതുക്കെ തുടങ്ങി പോകാനുള്ള സമയം ഇവിടെ കിട്ടുള്ളൂ. എക്സാമിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണാം. അതിൻ്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് എക്സാമിനെ കുറിച്ച് ജനറൽ ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ, എക്സാമിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, 2014 മുതലുള്ള മൊത്തം പേപ്പറുകളുടെ ഒരു അനാലിസിസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് ഏതൊക്കെ ടോപ്പിക്കുകൾ വരാറുണ്ട്, ഏതാണ് സ്റ്റൈൽ, ഇതിന്റെ ടഫ്നെസ് എങ്ങനെ കൂടി വരുന്നു എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക എന്ന് പറയുന്നത്. സോ അതുപോലെ ഒബ്ജക്റ്റീവിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജനറൽ ആയിട്ട് ഇതിന്റെ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെ ചെയ്തതിന്റെ ബേസിലാണ് നമ്മുടെ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കോച്ചിങ്ങോ എക്സാം എഴുതണം, പ്രിപ്പയർ ചെയ്യണം, ഈ ജോലി പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലിയാണെന്ന് അറിയാലോ, നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞ വീഡിയോയിലൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു നല്ല ജോലി വേണം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ വേണം, അല്ലെങ്കിൽ മികച്ചൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക. ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക.
നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇംഗ്ലീഷിന്റെ ബേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നല്ലൊരു ജോലി കിട്ടുന്നതാണ്. സോ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തിന് കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും വേണം, നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ ഉണ്ടാവും. ഓക്കെ, ശരി, താങ്ക് യു.